അറിയാം. നമ്മളെക്കാലം ജൂനിയർ ആയിരുന്നു, 88 ബാച്ചെങ്കിലും അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് കാണുന്ന എൻ്റെ സ്കൂള് അന്ന് ഏകദേശം 500-ഓളം കുട്ടികളുണ്ടായിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് തുച്ഛമായ 200 ചില്ലുവാനം കുട്ടികളിലേക്ക് മാറി എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ. ഞാൻ അത് പലപ്പോഴും ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടുത്തെ ഒരു ക്ലാസ്സിനകത്ത് ചെന്ന് കയറി. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹൈടെക് ക്ലാസ്സാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇറ്റ്സ് വെരി മച്ച് അപ്രീഷിയേറ്റഡ്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ല തരത്തിലുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദുർഭാഗ്യവശാലോ എന്തുകൊണ്ടിട്ടാണ് എന്നറിയില്ല, കുട്ടികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് ഇവിടെ. പക്ഷേ എന്ത് പറഞ്ഞിരുന്നാലും 10ാം ക്ലാസ്സിലെ റിസൾട്ട് എന്ന് വെച്ചാൽ 100% റിസൾട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ കുട്ടികളുടെ പ്രശ്നമല്ല ഇവിടെ. കുട്ടികൾ വരുന്നുണ്ട്, അതല്ലാതെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ടീച്ചേഴ്സുമായിട്ടും PTA യുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മളാണ് അങ്ങനെയുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിട്ട് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ട് നമുക്ക് ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മഹത് വ്യക്തികളിൽ നിന്നോ നമുക്കത് കേൾക്കാം. ഈ ഒരു വിഷയം കുട്ടികളെ എങ്ങനെ എൻകറേജ് ചെയ്യാം, അവർക്ക് എങ്ങനെയെല്ലാം നമുക്ക് അവരുടെ ആ ഒരു ക്വാളിറ്റിയെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വെളിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു വിഷയവുമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ നമ്മളിവിടെ ആദ്യമായിട്ട് നമ്മുടെ യൂണിറ്റി ഇവിടെ കൂടുമ്പോൾ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു, എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് കുറച്ച് പ്രചോദനമാകുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 10 കുട്ടികളെ സ്പോൺസർ ചെയ്യുകയും എല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഈ പിന്നാലിരിക്കുന്ന കുറച്ച് ട്രോഫി. ഇപ്പം ഞാൻ 88 ബാച്ചുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ നിസ്സീമമായ സഹകരണമാണ് അവർ നമുക്ക് നൽകിയത്. ഈ ട്രോഫി നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിൽ ഒരു ട്രോഫി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലാസ് HS-ൽ, അതായത് ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും നല്ല ഡിസിപ്ലിനറി ആൻഡ് അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ക്ലാസ്സിനാണ് നമ്മൾ നൽകുക. അത് ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞു തരും ഏത് ക്ലാസ്സാണ് അക്കാഡമിക്കും ആൻഡ് ഡിസിപ്ലിനറി ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് ടീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. ഇവരുടെ ഒരു പൊതുയോഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് മീറ്റിംഗ് എന്താ നടക്കുന്ന ആ സമയത്ത് നമ്മൾ വന്നായിരിക്കും അത് വിതരണം ചെയ്യുക. ഓക്കെ. രണ്ടാമത്, നല്ല നിലവാരം പുലർത്തുന്ന സ്പോർട്സിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു ക്ലാസ്സിനായിരിക്കും. അപ്പോൾ ഒരു കുട്ടി എന്നല്ല, ഒരു ക്ലാസ്സിനാണ്. അതേപോലെ കൾച്ചറൽ ആൻഡ് ആർട്സ് ഈവൻറ്റ്സ് അത് നടത്തുന്ന വേറൊരു ക്ലാസ്സിനായിരിക്കും നമ്മൾ അടുത്ത റോളിംഗ് ട്രോഫി. ഇത് റോളിംഗ് ട്രോഫിയാണ്. എല്ലാ വർഷവും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നിലനിർത്തും. ഓക്കെ. ഇതിനോടൊപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒന്നോ രണ്ടോ കുട്ടികൾ, അത് കൾച്ചറൽ ഈവൻറ്റിലായിരുന്നാലും ശരി, സ്പോർട്സിലായിരുന്നാലും ശരി, അക്കാഡമിക്കിലായിരുന്നാലും ശരി, തിരഞ്ഞെടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സായിരിക്കും. അവർ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു മൊമെൻറ്റോ പ്ലസ് ഒരു ക്യാഷ് അവാർഡും നമ്മൾ ഓഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കരുതുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഇത് ആത്മാർത്ഥമായി അത് സ്വീകരിക്കുകയും അവർക്കുള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുകയും ആ എനർജിയിലൂടെ അവർ ഈ സ്കൂളിൻ്റെ നിലവാരം കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇനി ഈ സ്കൂളിൻ്റെ പ്ലസ് പറയുന്നതിനോടൊപ്പം തന്നെ മൈനസും പറയേണ്ട ഒരവസ്ഥയുണ്ട്. അന്ന് 1984, 40 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിനെ എവിടെ വിട്ടിട്ട് പോയോ അവിടെ തന്നെയാണ് ഇന്നും ഈ സ്കൂൾ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്കാലം താഴോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദുഃഖമുണ്ട്, വ്യസനമുണ്ട്. എനിക്ക് അന്ന് ഇവിടെ കളിക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ കുറച്ച് തീപ്പെട്ടിക്കൂട് പോലെ കുറേ കെട്ടിടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഗ്രൗണ്ട് ഇല്ല, കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. പിന്നെ എങ്ങനെ സ്പോർട്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു NCC ഇല്ല. ഞാൻ എൻ്റെ കുട്ടിയെ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ സ്കൂളിൻ്റെ നിലവാരമാണ് ആദ്യം ഞാൻ ചെക്ക് ചെയ്യുക. ആ സ്കൂള് എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ
സൗകര്യമുള്ള ക്ലാസ് ആണോ? എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമല്ല സ്കൂളിൽ നിന്ന് കിട്ടുന്നത്, എൻ്റെ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും എല്ലാ തരത്തിലും കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് സ്കൂളിൻ്റെ ധർമ്മം. സ്കൂളിൽ കിട്ടുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല, ഈ മാത്രമല്ല കുട്ടിക്ക് കിട്ടുന്നത്. കുട്ടിക്ക് എല്ലാ തരത്തിലും അതിൻ്റെ കാലിബർ വർദ്ധിപ്പിക്കുക എന്നുള്ള സ്കൂളിൻ്റെ ധർമ്മമാണ്. പക്ഷേ ഇവിടെ എന്ത് കൊടുക്കുന്നു കുട്ടിക്ക്? NCC ഉണ്ടോ? ഇല്ല. സ്കൗട്ട് ഉണ്ടോ? ഇല്ല. മര്യാദയ്ക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല. അന്നുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് കെട്ടിടങ്ങളായി മാറി. അത് PTA ഉണ്ട്, സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കെല്ലാം കൂട്ടായിട്ട് ആലോചിച്ച് എന്താ ചെയ്യാൻ പറ്റുക, ഞങ്ങളുടെ കുട്ടികൾക്ക്, ഈ പരിസരത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അതിനോട് കൈകോർത്ത് പ്രവർത്തിക്കാം. നാളെ, അതായത് നമ്മുടെ കരമനയ്ക്കിപ്പുറം ബാലരാപുരത്തിന് ഈ നടുവിലായിട്ട് ആകെ ഉള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണിത്. ഇതിൻ്റെ നിലവാരം നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ പൂർവാധികം നല്ല രീതിയിൽ ഈ സ്കൂളിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ മറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെയും ഒരുമിച്ച് വിളിച്ചത്. ഇനി ഈ സ്കൂളിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് PTA അവൈലബിളാണ്, സുനിൽ സാർ അവൈലബിളാണ്, മറ്റുള്ളവരെല്ലാം അവൈലബിൾ ഉണ്ട്. അവർക്കെല്ലാം തുറന്ന് സംസാരിക്കാം. സമയം പരിമിതി കൊണ്ട്, എന്നിരുന്നാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന കാരയ്ക്കമണ്ഡപം വിജയൻ സാറിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സാറിന് നമുക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരയ്ക്കമണ്ഡപത്തിൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ് സാറ്. പിന്നെ